ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. അപ്പൊ ഈ വീഡിയോ എപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാളെ സൺഡേ ഏട്ടന്റെ ഫ്രണ്ടും വൈഫൊക്കെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം എന്താ പറയാ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഞായറാഴ്ച, അതായത് എനിക്ക് ഏട്ടന്റെ മൂക്കും കൂടെ ഞായറാഴ്ച എന്റെ ഫ്രണ്ടിന്റെ ബേബി ഷവറാണ്. അപ്പൊ അതായത് സീമന്തം, തെലുങ്കു ഫ്രണ്ടാണ്. അപ്പൊ അവരെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ടൈം എത്തിയതാണെങ്കിൽ നിങ്ങൾക്കും കൂടെ കാണാൻ പറ്റും. ഞാന് ഇന്ന് തലേ ദിവസം ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത്, നാളെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഉച്ചക്കേക്ക്. അപ്പൊ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മുളകൊക്കെ പെരക്കി വെക്കാന്ന് വിചാരിച്ച് നിൽക്കുന്നുണ്ട്. ഞാനില്ലേ ഇതുപോലെ കബോർഡുകളിലാണ് കേട്ടോ ഉപ്പ്, മുളക്, എന്താ പറയുക, വെളിച്ചെണ്ണ, ഓയിൽ, അങ്ങനെയുള്ള എല്ലാ സാധനവും ഇതുപോലെ അടച്ചാണ് ഞാൻ വെക്കുന്നത്. എനിക്ക് പൊതുവെ ഇങ്ങനെ എല്ലാം ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ തുറന്ന് കിടക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ല കേട്ടോ. പിന്നെ പഴയ ഫ്ലാറ്റിൽ അങ്ങനെ ഒരു കബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു തട്ടായിട്ടുള്ളൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഇനി പറയുക. അപ്പോൾ അതിനാണ് ഈ പൊടികളും എന്താ പറയുക ഓയിലുകളൊക്കെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായത്. പിന്നെ ഓരോ സ്ഥലത്ത് പോകുന്ന പോലെയാണ് കേട്ടോ. നമ്മളെ ആ ഒരു ഏരിയയിൽ നമുക്ക് ആ സമയത്ത് അവൈലബിളായ എന്താ പറയുക പെട്ടെന്ന് ഏട്ടൻ്റെ ജോലി മാറുന്ന സമയത്ത് കിട്ടിയ ഫ്ലാറ്റ് നല്ല, അതായത് പുതിയ ഫ്ലാറ്റായിരുന്നു പഴയതാണെങ്കിലും. അപ്പോൾ അങ്ങനെ കിട്ടിയത് നമ്മൾ പെട്ടെന്ന് എടുത്തു. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ എന്താ പറയുക നമുക്ക് കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാനും എനിക്കിഷ്ടം, ഞാൻ കഴിഞ്ഞ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. മോളെയും കൊണ്ട് വരുന്ന സമയത്ത് അവൾ ചെറുതായിരുന്നു. അപ്പോൾ ഏട്ടനാണ് ഏകദേശം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഈ ഫ്ലാറ്റാണെങ്കിൽ എനിക്കാണെങ്കിൽ നോക്കിയും കണ്ടും എന്താ പറയുക എല്ലാം നോക്കി സെറ്റായിട്ട് വാങ്ങിയൊരു ഫ്ലാറ്റാണ് കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ട്, കഴിഞ്ഞ ടൈം താമസിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. സമയത്തിൻ്റെ മാത്രമല്ല, കാരണം മോള് ചെറുതായിരുന്നു. അപ്പം എന്താ പറയുക ഏട്ടന് പെട്ടെന്ന് ഓടി വരാൻ ഒരു 5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഏരിയയിൽ. അങ്ങനെ എന്താ പറയുക പിന്നെ അല്ലേ കുറച്ചും കൂടെ ലോങ്, അതായത് ഏട്ടൻ ജോലിയും കഴിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ചും കൂടെ ടൈം എടുക്കും. അങ്ങനെയുള്ള കുറച്ച് ലോങ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഫ്ലാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഏട്ടനെ എന്താ പറയുക ഫസ്റ്റ് കൂട്ടിയിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ആർക്കായാലും, എനിക്കാണെങ്കിലും മോൾക്കാണെങ്കിലും ഒക്കെ ഉണ്ടായാലും പെട്ടെന്ന് ഓടി എത്താലോ എന്നുള്ള ഇതിലാണ് അങ്ങനെ ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ഫ്ലാറ്റ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് വരിക കിച്ചണിലോട്ടാണ് കേട്ടോ. കാരണം ഇവിടെയുള്ള കിച്ചണിലൊക്കെ ബാംഗ്ലൂരൊക്കെ ഉള്ളതിൽ എന്താ പറയുക 2 BHK ആണെങ്കിലും പിന്നെ 1 BHK ആണെങ്കിൽ പറയേ വേണ്ട, കിച്ചണിൻ്റെ സ്പേസ് വളരെ കുറവായിരിക്കും കേട്ടോ. കഴിഞ്ഞ ഫ്ലാറ്റ് ആണെങ്കിൽ എനിക്ക് മോശമില്ലാത്തൊരു സ്പേസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെയും അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേ താമസിച്ചിരുന്നിടത്ത് വളരെ സ്പേസ് കുറവായിരുന്നു. അപ്പം എനിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ല. അതിനിടയിൽ ഞാൻ ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആമിമോക്ക് ചോറ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനിത് ആമിമോക്ക് ഇത് ചോറൊക്കെ എടുത്ത് വെക്കുകയാണ്. ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലോ മറ്റോ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ രാത്രി ചോറല്ലാതെ ചപ്പാത്തി അങ്ങനെയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. രാവിലെ ആക്കി എന്താണോ, അതായത് രാവിലെയുള്ള ഉച്ചയ്ക്ക് എന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ കഴിക്കാറ്. വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്ത് ഞാൻ ചോറൊക്കെ ഒന്നുകൂടെ പതപ്പിച്ച് വാക്കും, കറിയൊക്കെ ചൂടാക്കി വെക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ചിക്കനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയുക ചോറില്ലെങ്കിൽ നമ്മൾ ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. ഞാൻ ചില സമയത്ത് കഴിക്കും, ചില സമയത്ത് കഴിക്കില്ല. ഏട്ടനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓരോ മൂഡ് പോലെയാണ്. ചില സമയത്ത് നേരത്തെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ നടക്കാറില്ല. രാവിലെ ഏട്ടൻ ഒരു 8:45 ആകുന്ന സമയത്ത് ഇറങ്ങും കേട്ടോ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും എൻ്റെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാവും. പിന്നെ ഇപ്പം ആമിക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. അല്ലെങ്കിൽ സ്കൂളും കൂടെ ഉണ്ടെങ്കിൽ എല്ലാം എന്താ പറയുക ഒരു തിരക്ക് പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നറിയാം. ഏട്ടൻ മുന്നേ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കും. കാരണം ആമി സ്കൂളിൽ പോയിട്ടാകുമ്പം 1 മണിയൊക്കെ ആകുന്ന സമയത്ത്, അതായത് 1:15 ആകുന്ന സമയത്ത് വീട്ടിലെത്തും. പിന്നെ കുളിച്ച് ഫ്രഷപ്പായിട്ട് അവർക്ക് വേഗം ഫുഡ് വേണം കേട്ടോ. അപ്പോൾ പിന്നെ തിരക്ക് പിടിച്ചിട്ട് ആക്കണ്ടല്ലോ എന്ന് കരുതി രാവിലെ തന്നെ മെയിനായിട്ട് ആക്കിയ പാത്രങ്ങളല്ലേ അപ്പാടപ്പാട് കഴുകി വെക്കും കേട്ടോ. അത് പിന്നത്തേക്ക് വെക്കില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മുടെ കിച്ചണിലെ പകുതി പണി കുറഞ്ഞു കിട്ടും കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ചെയ്തു വെച്ചത്. രാത്രി ആയ സമയത്ത് നമ്മൾക്ക് ഒന്ന് വെറുതെ കറങ്ങാൻ തോന്നി കേട്ടോ. ഒരു ചായയൊക്കെ കുടിക്കാന്ന് വിചാരിച്ചിട്ടാണ്
പിന്നെ പുതിയ സ്ഥലമാണ്, ചായ എവിടെ കിട്ടും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പഴയ സ്ഥലത്താണെങ്കിൽ ഇഷ്ടം പോലെ ചായക്കടകൾ ഉണ്ടാവും കേട്ടോ, ചെറിയ ചെറിയ. സത്യം പറഞ്ഞാൽ നമ്മളൊരു കുറേ പരതി എവിടെയും കിട്ടില്ല, നേരെ വീട്ടിലോട്ട് തന്നെ വെച്ച് പിടിച്ചു കേട്ടോ. ആമി മോളും ഞങ്ങൾ അതേ വൈബുള്ള മോൾ തന്നെയാണ് കേട്ടോ. ഇതുപോലെ രാത്രി കറങ്ങാനും ചില്ല് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളൊരു കട്ടനൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് പോയിട്ട് ചായ കിട്ടാത്തതിൻ്റെ ക്ഷീണം അങ്ങ് മാറ്റി കേട്ടോ. ശനിയാഴ്ച ഞങ്ങൾ ഇതുപോലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഉറങ്ങാറ്, കാരണം സൺഡേ ലീവാണല്ലോ. ഓക്കെ ഡിയേഴ്സ്, എന്നതിന് രാവിലെ കാണാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഉഴുന്ന് ദോശയൊക്കെ എടുത്ത് ചട്നി ഉണ്ടാക്കി ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പെരക്കി വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമല്ലേ. ഞാൻ 2 ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, കാരണം ഏകദേശം അവർ വരാറായി. ഇന്നലെ ബസ് കയറി ഇരിക്കുന്നതല്ലേ, അപ്പോൾ എന്തായാലും രാവിലെ ആകുന്ന സമയത്ത് വിശക്കും. അതുകൊണ്ട് വേഗം തന്നെ അവർ ഫ്രഷപ്പ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് കരുതി. ഞാനില്ലേ കിച്ചണിൽ ഇതുപോലെയാണ് കേട്ടോ കുക്ക് ചെയ്യാറ്, കാരണം ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തതെന്ന് വെച്ചിട്ട് ഇങ്ങനെ വെക്കാറില്ല. ഒന്ന് ചെയ്യുന്ന സമയത്ത് അടുത്തത് പെട്ടെന്ന് എന്ത് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ മാറി മാറി അടുപ്പ് യൂസ് ചെയ്യുന്നത്. ഒന്ന് മെല്ലെ ഉണ്ടാക്കി അടുത്തത് ഉണ്ടാക്കാമെന്ന് കരുതുന്ന സമയത്ത് കുറേ സമയ നഷ്ടമാണല്ലേ. അപ്പം വെറുതെ സമയം കളയണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ നോക്കിയും കണ്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇപ്പുറത്തെ അടുപ്പിൽ ദോശയുണ്ട്. ആ സമയത്ത് ഞാൻ കരുതി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പച്ചമുളകൊക്കെ പേസ്റ്റ് ആക്കാമെന്ന്. ബിരിയാണിക്ക് വേണ്ടിയിട്ട് മസാലയിലേക്കാണേ. അത് കഴിഞ്ഞിട്ട് ഉള്ളി തക്കാളി അങ്ങനെയുള്ള സാധനമൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ദോശയൊക്കെ നോക്കണം കേട്ടോ അടുപ്പത്തുള്ളത്. ശ്രദ്ധയില്ലെങ്കിൽ മുട്ടൻ പണി കിട്ടും കേട്ടോ. ഇങ്ങനെ നോക്കിയും കണ്ടും അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഫുഡ്. ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ എന്താ പറയുക, ഏട്ടനുണ്ടെങ്കിലൊക്കെ എനിക്ക് പെട്ടെന്ന് പണി തീർത്തിരിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് നമ്മൾ ഗസ്റ്റ് 2 ആൾക്കാർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവൻ ഇവിടെ ബാംഗ്ലൂർ എസഞ്ചറിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കുറേ കാലമായിട്ട് കൊറോണ പ്രമാണിച്ചിട്ട് വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ 2-3 മാസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ എത്തും. പിന്നെ ഇന്ദുവിനാണെങ്കിൽ ഭയങ്കര ചമ്മലാണ് കേട്ടോ. വീഡിയോയിലൊക്കെ നിൽക്കാൻ അവൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ എൻ്റെ മസാലയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം നെയ്ച്ചോറ് വെക്കേണ്ടിയിട്ട് നോക്കുകയാണ്. ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ബ്രൈഡൽ മേക്കപ്പ് വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഇന്ദുവിൻ്റെ വെഡ്ഡിങ് മേക്കപ്പ് ലുക്ക് ഞാനാണ് കേട്ടോ ചെയ്തത്. ആമി മോൾക്കാണെങ്കിൽ ഇന്ദു ആൻറ്റീനെയും സിദ്ധാർത്ഥ മാമനെയും കിട്ടിയത് കൊണ്ട് തന്നെ ഫുൾ ടൈം അവരെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ ആമി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ബിരിയാണി സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ, ദമ്മിടാൻ പോവാണ്. റൈസൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഞാൻ കളറിന് വേണ്ടിയിട്ട് ഇങ്ങനെ മഞ്ഞളും കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഡെക്കറേഷൻ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ബിരിയാണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അവർ ഫ്രഷപ്പായി ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വരട്ടെ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ മാറ്റുന്നതാണേ. നമുക്ക് ഞാൻ പറഞ്ഞില്ല ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം കേട്ടോ.